പുതിയ കഥ. മനഃശാസ്ത്രപരമായ തട്ടിപ്പ്. ആ കഥയാണ് ഇപ്പോൾ പറയുന്നത്. അത് എറണാകുളത്ത് പ്രസ് ക്ലബ്ബ് റോഡുണ്ടല്ലോ, അറിയാമല്ലോ പ്രസ് ക്ലബ്ബ് ഇരിക്കുന്ന സ്ഥലം അറിയാം. പ്രസ് ക്ലബിൻ്റെ തൊട്ട് കിഴക്ക് 2 കട കിഴക്ക് വശത്തായിട്ട് ഒരു ബെഡ് സെൻ്റർ ഉണ്ട്. ആ ബെഡ് സെൻ്റർ ഷംസു എന്നും എൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്നതാണ്. കുറച്ച് സാമാന്യ ഒരു മീഡിയം ടൈപ്പ് കടയാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് പിന്നെ സ്റ്റാർ വാച്ച് കമ്പനി ഇങ്ങനെ പല കടകൾ വേറെയുണ്ട്. ഈ ബെഡ് സെൻ്ററിൽ കിടക്ക വിൽക്കലാണ്. കിടക്ക, തലയണ, കോസടി ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ട്. നല്ല സെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞ്, ഈ ഫീസായി ട്യൂബെല്ലാം കത്തിച്ച് കൊടുക്കുന്നത്. അതങ്ങനെ ഫീസായി ട്യൂബ് കത്തിക്കുന്നെങ്ങനെ? അത് നിങ്ങൾ തന്നു വിട്ടാൽ മതി, ഞാൻ കൊണ്ടുവന്ന് കത്തിച്ചിട്ട് കാശ് തന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഇവൻ എത്ര ഊരണം? അത് മിക്കവാറും എല്ലാം ഫീസായി കിടക്കുകയാണ്, താനെല്ലാം ഊരി കൊണ്ടുപോകും. അങ്ങനെ ഒരു 4-5 ട്യൂബ് എടുത്തു. ട്യൂബ് എടുത്ത് അവൻ കൊണ്ടുപോയി. പിറ്റേ ദിവസം അവൻ വന്നു, എല്ലാം ഓക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അത് 2 അറ്റങ്ങളിൽ ഒരു ഡയോഡേ ഉള്ളു. അത് 2 അറ്റങ്ങളിൽ 2 ഡയോഡ് പിടിപ്പിച്ചപ്പോൾ ഇനി ഒരു 5-6 വർഷത്തേക്ക് ഒന്നും ചെയ്യില്ല, അവിടെ കിടക്കും ട്യൂബ്. അങ്ങനെ ട്യൂബെല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്തു. എല്ലാ ട്യൂബും കത്തുന്നു, സുഖമായിട്ട് കത്തുന്നു. അങ്ങനെ അവൻ ചോദിച്ചു, ഈ ഫാനിൽ ഒരു ചെറിയ മുറുക്കമുണ്ടല്ലോ, പരപരപ്പ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ കുഴപ്പമാണ്. അത് ബെയറിങ് മാറ്റിക്കൊണ്ടില്ല, ചെറിയ കാശാവുള്ളൂ, അവനെ കൊണ്ടുവന്നേരാം. അപ്പോൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ്, ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് വേറെ പണിയുണ്ട്, നാളെ ഞാൻ വന്നിട്ട് കൊണ്ടുപോകാം. അടുത്ത കടയിൽ ചെന്ന്, അടുത്ത സ്റ്റാർ വാച്ച് കമ്പനിയിൽ ചെന്ന്, എന്നിട്ട് അപ്പുറത്തെ ട്യൂബെല്ലാം റിപ്പയർ ചെയ്ത് റെഡിയാക്കി കൊടുത്ത് എല്ലാ ട്യൂബും കത്തുന്നുണ്ട്, ഇവിടുത്തെ ട്യൂബ് കത്ത് ചിരട്ടേന്ന് വെച്ച്. അപ്പോൾ ഉടനെ ഇപ്പുറത്തല്ലേ, തൊട്ടിപ്പുറത്തെ വിളിച്ച് ചോദിച്ച്, എല്ലാം കത്തുന്നുണ്ട്, ശരിയായി എന്ന് ഈ ഉടമസ്ഥൻ പറഞ്ഞു. ശരിയാണെന്നല്ല, കുഴപ്പമൊന്നുമില്ല, ചെറിയ കാശെടുത്തല്ലോ, ഒരു ട്യൂബിന് 2 രൂപ വെച്ചൊക്കെ എടുത്തിട്ടുള്ളത്, വലിയ കുഴപ്പമൊന്നുമില്ല, ശരി. അതെല്ലാം ഊരി കൊണ്ടുപോകാൻ പറഞ്ഞു. ഊരി കൊണ്ടുപോയി. അടുത്ത ദിവസം വന്നിട്ടും വന്നു, ട്യൂബെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഇടട്ടെ എന്ന് വെച്ച്. ഓ ഇട്ടോളാം. ഇട്ട് എത്ര ട്യൂബ്, അത്രയും ട്യൂബിന് 2 രൂപ വെച്ച് പൈസയും കൊടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ഫാനിലെല്ലാം കേടുണ്ട്, ഇതും വേണമെങ്കിൽ മാറ്റാം, അപ്പുറത്ത് മാറ്റാൻ പോവുക. അതെന്ത്? അത് അതിൻ്റെ ബെയറിങ് മാറ്റും, ബെയറിങ് പുതിയ ബെയറിങ് കിട്ടുക. അത് ബെയറിങ്ങിൻ്റെ പൈസ മാത്രം തന്നാൽ വലിയ കാശൊന്നും ആവില്ല, ഒരു 5-6 രൂപയൊക്കെ ആവുള്ളൂ, അന്ന് അത്ര വിലയുള്ളൂ ബെയറിങ്ങിന്. അപ്പോൾ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അപ്പുറത്ത് ഈ കടയിൽ ഫാൻ 3-4 ഫാനുണ്ട്. അപ്പോൾ നാളെ കൊണ്ടുവരണം, ഇവിടെ വേറെ ഫാനില്ലാത്ത. ശരി, നാളെ കൊണ്ടുവരാം. അപ്പുറത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഫാനെല്ലാം എടുത്തിട്ട് നിങ്ങളെ കൂടെ വേണമെങ്കിൽ ഈ കൂട്ടത്തിലേക്ക് എടുത്ത് കളയാം, ഇതെല്ലാം കൂടെ ഒന്നിച്ച് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനം കൊണ്ടുപോകാനുള്ള ചിലവിൽ ലാഭമില്ല, അതിൽ ഓട്ടോറിക്ഷയ്ക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരി, എടുത്തിട്ട് പോകാൻ മതി. ആ കടയിലെടുത്തു. അപ്പോൾ അടുത്തുള്ള കടക്കാർ പറയും, ഞങ്ങളുടെയും കൂടെ ഫാൻ കൂടുതലായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവർ 1-2 കടക്കാർ അവരും കൊടുക്കും. പിന്നെ വേറെ കടക്കാർ പറയുമ്പോൾ നമ്മൾ ഇന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അത് വേറെ ദിവസം വന്ന് കൊണ്ടുപോയി. ഇപ്പോൾ എനിക്ക് നാളത്തേക്ക് പണിയാനുള്ള ആയി കഴിഞ്ഞ്, ഞാൻ കഴിഞ്ഞ അടുത്ത ദിവസം പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ് ഒരു 3-4 കടയുടെ ഫാനെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുവരുന്ന ഇവിടെ വേറെ ഫാനൊന്നും ഇല്ലാത്തതാണ്, കടയിൽ ആൾ വന്നാൽ ചൂടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നത്. അത് ഉറപ്പാണ്. പിറ്റേ ദിവസം കൊണ്ട് ഞാൻ ട്യൂബ് കൊണ്ടൊന്നും അങ്ങനെയല്ലേ, പിറ്റേ ദിവസം എല്ലാം കൊണ്ടുവരും, ഒരു കുഴപ്പമില്ല. ഇതൊന്നും വലിയ പണിയുള്ള കാര്യമില്ല. ബെയറിങ് മാറ്റാൻ വേണ്ടി കുറച്ച് സമയം മാത്രമേ, ഒരു 5 മിനിറ്റ് മതി എനിക്ക് ബെയറിങ് മാറ്റാൻ. അപ്പോൾ ശരി, നാളെ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞു വിട്ട്. പിന്നെ അവനങ്ങ് പോയി. ആ പോക്ക് ഒരു അവസാനത്തെ പോക്കായിരുന്നു, അവൻ്റെ പുളി പോലും പിന്നെ കാണാനില്ല. അപ്പോൾ ഇവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ ഇവർ അന്വേഷണത്തിന് അവനവിടെ കിട്ടുക, അവൻ പോയി കഴിഞ്ഞു. അവൻ ആ ഫാൻ എവിടെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കാശാക്കി അവനത് വഴി പോയി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവൻ കൊണ്ടുവന്നിട്ട ട്യൂബെല്ലാം പുതിയ ട്യൂബുകളായിരുന്നു. പുതിയ ട്യൂബ് വിലക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തത്. അതിന് ഫ്രെയിം എടുത്ത് കളഞ്ഞിട്ട് ട്യൂബ് മാത്രം കൊണ്ടുവന്നിട്ട് കൊടുത്തു. അത് ട്യൂബ് മാത്രമായിട്ട് കിട്ടുമായിരുന്നു, ട്യൂബ് മാത്രം കൊണ്ടുവന്നിട്ട് കൊടുത്തു. അതിന് ചില കാശേ ഉള്ളൂ. അപ്പുറത്തെ കടയിൽ ട്യൂബ് മാത്രം കൊണ്ടുവന്നിട്ട് കൊടുത്തു. അപ്പോൾ
ഇവർ വിശ്വാസം വന്നു. ആ വിശ്വാസത്തിലാണ് ഇവർ ഫാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇവൻ ആ ആളെ വിശ്വസിപ്പിച്ചുകൊണ്ട്, അവൻ വിശ്വസ്തനാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് ഫാനെല്ലാം, നനഞ്ഞ കടയിലെ ഫാനെല്ലാം അടിച്ചിട്ട് പോയി എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്ന ആൾ അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്.